കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അപ്പം എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് നമുക്ക് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു പാൽപ്പായസം തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രം, അതായത് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെമ്പാ പച്ചരിയുടെ പൊടിയരി, അത് മുഴുവൻ അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നുറുങ്ങി കിട്ടും. അപ്പോൾ അതും പഞ്ചസാരയും പാലും, ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പാൽപ്പായസമാണ് ഇന്ന് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പാൽപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാനിത് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കുക്കറിനകത്തേക്ക് ഈ പാലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പം കഴിയുന്നതും ഒരു മിനിമം 5 ലിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു കുക്കറെങ്കിലും എടുക്കണം. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തിളച്ച് വന്നിട്ട് ചിലപ്പം പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാല് ഒന്ന് തിളക്കട്ടെ. പാല് ഇതിൻ്റെ കൂടെ ഈ 1 ലിറ്റർ പാലിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 1/2 കപ്പ് ഈ ചെമ്പാ പച്ചരിയുടെ നുറുക്കരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാലൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ പാൽ ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ്, അതായത് ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 7 to 8 ടേബിൾ സ്പൂൺസ് പഞ്ചസാര ആഡ് ചെയ്തു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യം പോലെ നോക്കിയാൽ മതി. മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ ആയാലും മതി. ഒരു 1/2 കപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ഒരു 1/2 കപ്പ് തികച്ചില്ല, അത് ഞാൻ കഴുകി ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. സോ അതും കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ. ആകെ ഇപ്പോൾ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു. ഇത് ഓൾറെഡി പാല് തിളച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുക്കർ ഇത് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ, സിമ്മിൽ ഒരു ശകലമേ കാണുള്ളൂ, ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് മിനിമം വേവിക്കുക. അതായത് വിസിൽ വരാൻ പാടില്ല. കാരണം വിസിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചിലപ്പം തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിങ്ക് കളറിലുള്ള നമ്മുടെ പാൽപ്പായസം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്കിനി കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കുക്കർ നമ്മൾ വേവിച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ്സോളം നമ്മൾ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പായസം നല്ല പിങ്ക് കളറിലായിട്ടുണ്ട്. മധുരം എല്ലാം നല്ല പാകത്തിനാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ പാൽപ്പായസം റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇതിൽ നമ്മൾ സാധാരണ പായസങ്ങളിൽ ഇടാറുള്ള പോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊന്നും ഇടാറില്ല.
പ്ലെയിനായിട്ടുള്ള പായസമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.